Scilab ഉപയോഗിച്ച് ഫയൽ ഹാൻഡ്ലിംഗ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് ഇനി പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള ഫയൽ ഹാൻഡ്ലിംഗ്: റൈറ്റ് ഫംഗ്ഷൻ, റീഡ് ഫംഗ്ഷൻ, മോപ്പൻ, ക്ലോസ് എന്നിവ. ഡെമോൺസ്ട്രേഷനു വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്നത് ഉബുണ്ടു ലിനക്സ് 1204 ഓപ്പറേറ്റിംഗ് സിസ്റ്റം, Scilab വേർഷൻ 5.3.3 എന്നിവയാണ്. Scilabനെ കുറിച്ച് നിങ്ങൾക്ക് പരിചിതമായിരിക്കണം. Scilabനെ കുറിച്ചുള്ള വിവരങ്ങൾക്കായി spoken-tutorial.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫയൽ ഹാൻഡ്ലിംഗിന് സഹായിക്കുന്ന Scilabനെ കുറിച്ചുള്ള ഫങ്ഷൻസ് നോക്കാം. ഫയൽ ഹാൻഡ്ലിംഗ് താഴെ കാണുന്നു. ഫയലിലേക്കുള്ള എഴുതുന്നത് റൈറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഒരു ഫയലിൽ നിന്നും വായിക്കുവാൻ റീഡ് ഫംഗ്ഷൻ. നിലവിലുള്ള ഫയലിനെ മോപ്പൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് തുറക്കുന്നു. നിലവിൽ തുറന്നിട്ടുള്ള ഫയലിനെ ക്ലോസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ക്ലോസ് ചെയ്യുന്നു. ഒരു ഫയലിലേക്ക് ഡാറ്റ എഴുതി തുടങ്ങാം. ഇതിനായി റൈറ്റ് കമാൻഡ് ഉപയോഗിക്കാം. Scilab കൺസോൾ വിൻഡോവിലേക്ക് പോകുക. ഇത് തുടങ്ങുവാൻ റാൻഡം നമ്പറുകളുടെ മാട്രിക്സ് ഉണ്ടായിരിക്കണം. റാൻഡം അണ്ടർസ്കോർ മാട്രിക്സ് ഈസ് ഈക്വൽ ടു റാൻഡ് ഇൻറ്റു ബ്രാക്കറ്റ് 20, 1 ക്ലോസ് ദ ബ്രാക്കറ്റ് സെമിക്കോളൻ എന്ന് ടൈപ്പ് ചെയ്യുക. എന്റർ അമർത്തുക. നിലവിലുള്ള വർക്കിംഗ് ഡയറക്ടറി ചെക്ക് ചെയ്യുക. pwd എന്ന് ടൈപ്പ് ചെയ്യുക. ഈ കേസ് നിലവിലുള്ള വർക്കിംഗ് ഡയറക്ടറി /home/fossee ആണ്. കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഡയറക്ടറിയിൽ റീഡ് ആൻഡ് റൈറ്റ് പെർമിഷൻ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. റൈറ്റ് കമാൻഡ് ഉപയോഗിച്ച് റാൻഡം അണ്ടർസ്കോർ മാട്രിക്സ് കണ്ടന്റ് വേരിയബിൾ ഒരു ടെക്സ്റ്റ് ഫയലിലേക്ക് എഴുതാം. റൈറ്റ് ഇൻറ്റു ബ്രാക്കറ്റ് ഇൻറ്റു ക്വോട്ട്സ് റാൻഡം ഡാഷ് നംബേഴ്സ് ഡോട്ട് txt ക്ലോസ് ദ ക്വോട്ട്സ് റാൻഡം അണ്ടർസ്കോർ മാട്രിക്സ് ക്ലോസ് ദ ബ്രാക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്റർ അമർത്തുക. ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തതായി നോക്കാം. Scilab കൺസോൾ വിൻഡോ മിനിമൈസ് ചെയ്യുക. എന്റെ കമ്പ്യൂട്ടറിൽ ഫോസി ഡയറക്ടറിയിൽ സേവ് ചെയ്ത ഫയൽ ഓപ്പൺ ചെയ്യുക. റാൻഡം അണ്ടർസ്കോർ മാട്രിക്സ് എന്നതിൽ നിന്നും എഴുതിയ ഡാറ്റ വേരിയബിൾ റാൻഡം ഡാഷ് നംബേഴ്സ് ഡോട്ട് txt എന്ന ടെക്സ്റ്റ് ഫയലിൽ കാണാം. ഈ ഫയൽ ക്ലോസ് ചെയ്യുക. Scilab കൺസോൾ എന്നതിലേക്ക് തിരിച്ചു വരിക. ഒരു ഫയലിൽ നിന്നും ഡാറ്റ എങ്ങനെ റീഡ് ചെയ്യാം എന്ന് നോക്കാം. ഇതിനായി റീഡ് കമാൻഡ് ഉപയോഗിക്കാം. new underscore vector is equal to read into bracket into quote random dash numbers dot txt close the quotes 20, 1 close the bracket എന്ന് ടൈപ്പ് ചെയ്യുക. എന്റർ അമർത്തുക. റീഡ് കമാൻഡ് ആർഗ്യുമെന്റിൽ എല്ലാ ഡാറ്റയും റീഡ് ചെയ്യുന്നു. ഈ കേസിൽ റാൻഡം ഡാഷ് നംബേഴ്സ് ഡോട്ട് txt ആണ്. new underscore vector എന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. തുടർന്ന് പോകുന്നതിന് ഡിസ്പ്ലേ ചെയ്യുന്നതിന് എന്റർ അമർത്തുക. മുകളിൽ കാണുന്ന കമാൻഡ് മോഡിഫൈ ചെയ്യുന്നതിന് new underscore vector is equal to read into bracket into quotes random dash numbers dot txt, 19, 1. ഈ ആർഗ്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന 19 ഡാറ്റ മാത്രമേ റീഡ് കമാൻഡിൽ റീഡ് ചെയ്യുകയുള്ളൂ. ഈ കേസിൽ റാൻഡം ഡാഷ് നംബേഴ്സ് ഡോട്ട് txt ആണ്. new underscore vector എന്ന വേരിയബിളുകൾ സ്റ്റോർ ചെയ്യുന്നു. ഈ കമാൻഡ് Scilab കൺസോളിൽ ഇഷ്യൂ ചെയ്ത ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യുന്നതാണ്. മോപ്പൻ ഫംഗ്ഷൻ നോക്കാം. fd is equal to mopen into bracket file name, mode. cf ഓപ്പൻ പ്രൊസീജറിൽ ഫയൽ mopen കമാൻഡ് ഉപയോഗിക്കുന്നു. ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടർ സ്ട്രിംഗ് ആണ്, അതായത് മോഡ്. r is equal to opens the file for reading. rb is equal to opens a binary file for reading. rt is equal to opens a text file for reading. w is equal to creates a new file for writing or opens and truncates a file to 0 length. wb is equal to creates a new binary file for writing or opens and truncates a file to
zero length. WT is equal to creates a text binary file for writing or opens and truncates a file to zero length. A or AB is equal to appends opens a file for writing at the end of the file or creates a file for writing. R plus or R plus B is equal to opens a file for update, reading and writing. ഉദാഹരണത്തിന് fd underscore r is equal to m open random dash numbers comma rt. Command random dash numbers എന്നതിന് text and read only മോഡിൽ ഓപ്പൺ ചെയ്യുന്നു. mclose into bracket fd. mopen ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത ഫയലിനെ ക്ലോസ് ചെയ്യാം. ഇവിടെ fd ആണ് ഓപ്പൺ ഫയലിന്റെ ഫയൽ ഡിസ്ക്രിപ്റ്റർ. fd ഒഴിവാക്കുവാൻ mclose ഓപ്പൺ ചെയ്ത ഫയലിനെ ക്ലോസ് ചെയ്യുന്നു. ഈ ട്യൂട്ടോറിയൽ ഇത്രയുമാണ് ഉള്ളത്. പഠിച്ചത് ഫംഗ്ഷനുകൾ ഉപയോഗിച്ച് ഫയൽ ഹാൻഡ്ലിംഗ്, റൈറ്റ് ഫംഗ്ഷൻ, റീഡ് ഫംഗ്ഷൻ, mopen, mclose. താഴെ പറയുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സംഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി, MHRD, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നിവരാണ്. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ കാണിച്ചിരിക്കുന്ന ലിങ്കിൽ ലഭ്യമാണ്. ഇത് IIT ബോംബെയിൽ നിന്നും വിജി നായർ. പങ്കെടുത്തതിന് നന്ദി.